ശാന്തി 14/6/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നമ്മുടെ ബാബ പിതാവുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ് എന്നത് നിരന്തരം ഓർമ്മയുണ്ടായിരിക്കട്ടെ. ഈ ഓർമ്മ തന്നെയാണ് മന്മനാഭവ. ചോദ്യം: മായയുടെ പൊടി കണ്ണിൽ വീഴുമ്പോൾ ഏറ്റവും ആദ്യം ഏതൊരു അലംഭാവമാണ് ഉണ്ടാകുന്നത്? ഉത്തരം: പഠനം തന്നെ ഉപേക്ഷിക്കുന്ന തരത്തിൽ മായ ആദ്യം അലംഭാവം ഉണ്ടാക്കിക്കുന്നു. ഭഗവാനാണ് പഠിപ്പിക്കുന്നത് എന്നത് മറന്നുപോകുന്നു. ബാബയുടെ കുട്ടികൾ തന്നെ ബാബയുടെ പഠനം ഉപേക്ഷിക്കുന്നു. ഇതും വണ്ടറാണ്. അല്ലാത്ത പക്ഷം ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷത്തിൽ നൃത്തമാടിക്കൊണ്ടിരിക്കും വിധത്തിലുള്ള നോളജാണ്. എന്നാൽ മായയുടെ പ്രഭാവം കുറവൊന്നുമല്ല. അത് പഠനം തന്നെ ഉപേക്ഷിപ്പിക്കുന്നു. പഠനം ഉപേക്ഷിച്ചു എന്നാൽ ആബ്സെൻ്റായി. ഓം ശാന്തി. ആത്മീയ പിതാവിരുന്ന് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ആരാണോ അല്പം കുറവായി മനസ്സിലാക്കിയത് അവരെയാണ് മനസ്സിലാക്കിക്കേണ്ടത്. ചിലർ വളരെ വിവേകശാലികളാകുന്നു. കുട്ടികൾക്കറിയാം, ഈ ബാബ വളരെ വണ്ടർഫുള്ളാണ്, നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. എന്നാൽ ഉള്ളിൽ മനസ്സിലാക്കുന്നുണ്ട്, ഇത് നമ്മുടെ പരിധിയില്ലാത്ത ബാബയുമാണ്, പരിധിയില്ലാത്ത ടീച്ചറുമാണ്, പരിധിയില്ലാത്ത ശിക്ഷണം നൽകുന്നു. സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നു. സ്റ്റുഡൻറ്റിൻ്റെ ബുദ്ധിയിൽ ഇത് ഉണ്ടായിരിക്കണമല്ലോ. പിന്നെ കൂടെ തീർച്ചയായും കൊണ്ടുപോകും. ബാബ അറിയുന്നുണ്ട്, ഇത് പഴയ മോശമായ ലോകമാണ്. ഇതിൽ നിന്നും കുട്ടികളെ കൊണ്ടുപോകേണ്ടതുണ്ട്. എവിടേക്ക്? വീട്ടിൽ. കന്യകയുടെ വിവാഹം നടക്കുമ്പോൾ അമ്മായിയച്ഛൻ്റെ വീട്ടുകാർ വന്ന് കന്യകയെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികൾക്ക് ഇത് ഉള്ളിൽ തീർച്ചയായും വരുന്നുണ്ടാകും. ഇത് നമ്മുടെ പരിധിയില്ലാത്ത പിതാവുമാണ്, പരിധിയില്ലാത്ത ശിക്ഷണവും നൽകുന്നു. ബാബ എത്ര വലിയവനാണോ അത്രയും തന്നെ ശിക്ഷണവും വലുതും പരിധിയില്ലാത്തതുമായത് നൽകുന്നു. രചനയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ രഹസ്യവും കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. ബാബ ഈ മോശമായ ലോകത്തിൽ നിന്നും നമ്മളെ തിരികെ കൊണ്ടുപോകും എന്ന് അറിയുന്നുണ്ട്. ഇതും ഉള്ളിൽ ഓർമ്മിക്കുമ്പോൾ മന്മനാഭവ തന്നെയാണ്. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ബുദ്ധിയിൽ ഇത് ഓർമ്മയുണ്ടായിരിക്കട്ടെ. വണ്ടർഫുള്ളായ വസ്തുവിനെ ഓർമ്മിക്കേണ്ടതുണ്ടല്ലോ. നിങ്ങൾക്കറിയാം, നല്ല രീതിയിൽ പഠിക്കുന്നതിലൂടെ ഓർമ്മിക്കുന്നതിലൂടെ നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ഇത് തീർച്ചയായും ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ആദ്യം പിതാവിനെ ഓർമ്മിക്കേണ്ടി വരും. ടീച്ചറിനെ പിന്നീടാണ് ലഭിക്കുന്നത്. കുട്ടികൾക്കറിയാം, നമ്മുടേത് പരിധിയില്ലാത്ത ആത്മീയ പിതാവാണ്. സഹജമായ ഓർമ്മ വരുത്തുന്നതിനായി ബാബ യുക്തികൾ പറഞ്ഞു തരുന്നു. എന്നെ മാത്രം ഓർമ്മിക്കൂ. ആ ഓർമ്മയിലൂടെ തന്നെയാണ് പകുതി കൽപ്പത്തെ വികർമ്മം വിനാശമാകുന്നത്. പാവനമാകുന്നതിനായി നിങ്ങൾ ജന്മജന്മാന്തരങ്ങളായി ഭക്തി, ജപം, തപം തുടങ്ങിയവ വളരെയധികം ചെയ്തു. ക്ഷേത്രങ്ങളിൽ പോകുന്നു, ഭക്തി ചെയ്യുന്നു. നമ്മൾ പരമ്പരയായി ചെയ്തു വന്നിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. ശാസ്ത്രങ്ങൾ എപ്പോൾ മുതലാണ് കേട്ടത്? പാരമ്പര്യമായി എന്ന് പറയും. മനുഷ്യർക്ക് യാതൊന്നും അറിയില്ല. സത്യയുഗത്തിൽ ശാസ്ത്രങ്ങളെ ഉണ്ടായിരിക്കുന്നില്ല. കുട്ടികളായി നിങ്ങൾ അത്ഭുതപ്പെടണം. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കാൻ സാധിക്കില്ല. ഇത് പിതാവുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. ഇത് നമ്മുടെ ബാബയാണ്. ഈ ഒന്നിന് ഒരു മാതാവും പിതാവുമില്ല. ശിവ് ബാബ ആരുടെയെങ്കിലും കുട്ടിയാണ് എന്നാർക്കും പറയാൻ സാധിക്കില്ല. ഈ കാര്യങ്ങൾ ബുദ്ധിയിൽ അടിക്കടി ഓർമ്മയുണ്ടായിരിക്കട്ടെ. ഇതുതന്നെയാണ് മന്മനാഭവ. ടീച്ചർ പഠിപ്പിക്കുന്നു, എന്നാൽ സ്വയം എവിടെ നിന്നും പഠിച്ചിട്ടില്ല. ഈ ഒന്നിനെ ആരും പഠിപ്പിച്ചിട്ടില്ല. ആ ഒന്ന് നോളജ്ഫുള്ളാണ്. മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. ജ്ഞാനത്തിൻ്റെ സാഗരമാണ്.
ചൈതന്യം ആയത് കാരണം എല്ലാം കേൾപ്പിക്കുന്നു. പറയുന്നു, കുട്ടികളെ, ഞാൻ ആരിൽ പ്രവേശിക്കുന്നുവോ ഇദ്ദേഹത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് ആദ്യം മുതൽ ഈ സമയം വരെയുള്ള എല്ലാ രഹസ്യവും മനസ്സിലാക്കിച്ചു തരുന്നു. അന്തിമത്തെക്കുറിച്ച് പിന്നീട് പറയും. ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കും, ഇപ്പോൾ അന്തിമം വരികയാണ്. കർമാതീത അവസ്ഥയിലും നമ്പർ വൈസ് അനുസരിച്ച് എത്തിച്ചേരും. നിങ്ങൾ ലക്ഷണങ്ങളും കാണും. പഴയ ലോകത്തിൻ്റെ വിനാശം ഉണ്ടാവുക തന്നെ വേണം. ഇത് അനേകം തവണ കണ്ടിട്ടുണ്ട്, കണ്ടുകൊണ്ടുമിരിക്കും. എങ്ങനെ കഴിഞ്ഞ കൽപ്പത്തിൽ പഠിച്ചിരുന്നുവോ അതേപോലെ പഠിക്കുന്നു. രാജ്യം നേടി പിന്നെ പാഴാക്കി വീണ്ടും ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നു. ബാബ വീണ്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര സഹജമാണ്. കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ സത്യസത്യമായ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. പിന്നെ ബാബ വന്ന് നമുക്ക് ആ ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുന്നു. ബാബ നിർദ്ദേശം നൽകുന്നു, ഇങ്ങനെയെല്ലാം ഉള്ളിൽ നടക്കണം, അതായത് ചിന്തിക്കണം. ബാബ നമ്മുടെ ബാബയുമാണ്, ടീച്ചറുമാണ്. ടീച്ചറിനെ എപ്പോഴെങ്കിലും മറക്കുമോ? ടീച്ചറിലൂടെയാണ് പഠനം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചില കുട്ടികളെ കൊണ്ട് മായ വളരെയധികം അലംഭാവം കാണിപ്പിക്കുന്നു. പൂർണ്ണമായും കണ്ണുകളിൽ പൊടിയിടുന്നത് പോലെയാണ്. പഠനം തന്നെ ഉപേക്ഷിക്കുന്നു. ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള പഠനത്തെ ഉപേക്ഷിക്കുന്നു. പഠനം തന്നെയാണ് മുഖ്യം. അതും ആരാണ് ഉപേക്ഷിക്കുന്നത്? ബാബയുടെ കുട്ടികൾ. കുട്ടികൾക്ക് ഉള്ളിൽ എത്ര സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. ബാബ ഓരോ കാര്യത്തിൻ്റെയും നോളജും നൽകുന്നു. അത് കൽപ്പകൽപ്പങ്ങളിൽ നൽകുന്നു. ബാബ പറയുന്നു, ഏറ്റവും കുറഞ്ഞത് ഈ രീതിയിൽ എന്നെ ഓർമ്മിക്കൂ. കൽപ്പകൽപ്പങ്ങളിൽ നിങ്ങൾ തന്നെയാണ് മനസ്സിലാക്കുന്നതും ധാരണ ചെയ്യുന്നതും. ഈ ഒന്നിന് ഒരു ബാബയില്ല. ആ ഒന്ന് പരിധിയില്ലാത്ത പിതാവാണ്. വണ്ടർഫുൾ പിതാവായല്ലോ. എനിക്ക് ഒരു ബാബയുണ്ടോ? പറയൂ. ശിവബാബ ആരുടെ കുട്ടിയാണ്? ഈ പഠനവും വണ്ടർഫുള്ളാണ്. അത് ഈ സമയത്തല്ലാതെ ഒരിക്കലും പഠിക്കാൻ സാധിക്കില്ല. കേവലം നിങ്ങൾ ബ്രാഹ്മണർ തന്നെയാണ് പഠിക്കുന്നത്. നിങ്ങൾ ഇതും അറിയുന്നുണ്ട്. ബാബയെ ഓർമ്മിച്ച് നമ്മൾ പാവനമായി മാറും. ഇല്ലെങ്കിൽ പിന്നെ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. ഗർഭജയിലിൽ വളരെയധികം ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുന്നു. അവിടെ പിന്നെ ട്രിബ്യൂണൽ അഥവാ കോടതി കൂടുന്നു. എല്ലാ സാക്ഷാത്കാരവും ഉണ്ടാകുന്നു. സാക്ഷാത്കാരമില്ലാതെ ആർക്കും ശിക്ഷ നൽകാൻ സാധിക്കില്ല. ഈ ശിക്ഷ എനിക്ക് എന്തുകൊണ്ട് ലഭിക്കുന്നു എന്ന് കുഴങ്ങിപ്പോകുന്നു. ബാബയ്ക്കറിയാം, ഇന്നയാൾ ഈ പാപം ചെയ്തു, ഈ തെറ്റ് ചെയ്തു. എല്ലാ സാക്ഷാത്കാരവും നൽകുന്നു. ആ സമയത്ത് എല്ലാ ജന്മങ്ങളിലെയും ശിക്ഷ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഫീലാകുന്നു. എല്ലാ ജന്മങ്ങളിലെയും യശസ് നഷ്ടമായതുപോലെയാണിത്. ബാബ പറയുന്നു, മധുരമായ കുട്ടികൾക്ക് നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. 16 കല സമ്പൂർണമാകുന്നതിനായി ഓർമ്മയുടെ പ്രയത്നം ചെയ്യണം. നോക്കണം, നമ്മൾ ആർക്കെങ്കിലും ദുഃഖം നൽകുന്നില്ലല്ലോ. സുഖദാതാവായ ബാബയുടെ കുട്ടികളാണല്ലോ നമ്മൾ. വളരെയധികം പുഷ്പം പോലെയാകണം. ഈ പഠനം തന്നെയാണ് നിങ്ങളുടെ കൂടെ വരേണ്ടത്. പഠനത്തിലൂടെ തന്നെയാണ് മനുഷ്യൻ ബാരിസ്റ്ററും മറ്റും ആകുന്നത്. ബാബയുടെ ഈ നോളജ് വേറിട്ടതും സത്യവുമാണ്. ഇതാണ് പാണ്ഡവ ഗവൺമെൻറ്, ഗുപ്തം. നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈ പഠനം വണ്ടർഫുള്ളാണ്. ആത്മാവ് തന്നെയാണ് കേൾക്കുന്നത്. ബാബ വീണ്ടും വീണ്ടും മനസ്സിലാക്കിക്കുന്നു, പഠനം ഒരിക്കലും ഉപേക്ഷിക്കരുത്. മായ ഉപേക്ഷിപ്പിക്കുന്നു. ബാബ പറയുന്നു, ഇങ്ങനെ ചെയ്യാതിരിക്കൂ, പഠനം ഉപേക്ഷിക്കരുത്. ബാബയുടെ അടുക്കൽ റിപ്പോർട്ട് വരുന്നുവല്ലോ. രജിസ്റ്ററിലൂടെ എല്ലാം മനസ്സിലാകുന്നു. ഇവർ എത്ര ദിവസം ആബ്സെൻ്റ് ആയിരുന്നു എന്നത്. പഠനം ഉപേക്ഷിക്കുന്നു. അപ്പോൾ ബാബയെയും മറന്നു പോകുന്നു. വാസ്തവത്തിൽ ഇത് മറക്കേണ്ട വസ്തുവേ അല്ല. ഇത് വണ്ടർഫുൾ പിതാവാണ്. മനസ്സിലാക്കിക്കുകയും ചെയ്യുന്നു. ഒരു കളി പോലെ. കളിയുടെ കാര്യം ആരെങ്കിലും കേൾപ്പിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ നിലനിൽക്കുമല്ലോ. അത് ഒരിക്കലും മറക്കുന്നില്ല. ഇദ്ദേഹം തൻ്റെ അനുഭവവും കേൾപ്പിക്കുന്നു. ബാല്യത്തിലെ
വൈരാഗ്യത്തിൻ്റെ ചിന്തകൾ ഉണ്ടായിരുന്നു. ലോകത്തിൽ വളരെയധികം ദുഃഖമാണ് എന്ന് പറയുമായിരുന്നു. ഇപ്പോൾ എൻ്റെ അടുക്കൽ കേവലം 10,000 രൂപ ഉണ്ടായിരിക്കുകയാണെങ്കിൽ 50 രൂപ പലിശ കിട്ടും. ഇത്രയും മതി, സ്വതന്ത്രമായിരിക്കും. വീടും കുടുംബവും പരിപാലിക്കുന്നത് കഷ്ടപ്പാടാണ്. ശരി, പിന്നെ ഒരു സിനിമ കണ്ടു, സൗഭാഗ്യസുന്ദരിയുടെ. അപ്പോൾ വൈരാഗ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇല്ലാതായി. വിവാഹം കഴിക്കും, ഇത് ചെയ്യും എന്നെല്ലാം സങ്കല്പിച്ചു. മായ ഒരൊറ്റ അടിയടിച്ചു. ദേഹ വൈശിഷ്ട്യങ്ങൾ ഇല്ലായ്മ ചെയ്തു. അതായത് എല്ലാം ഇല്ലായ്മ ചെയ്തു. ഇപ്പോൾ ബാബ പറയുന്നു, കുട്ടികളെ, ഈ ലോകം തന്നെ നരകമാണ്. ഈ നാടകം അഥവാ സിനിമ നരകമാണ്. അത് കാണുന്നതിലൂടെ തന്നെയാണ് എല്ലാവരുടെയും വൃത്തികൾ ഇല്ലാതായി പോകുന്നത്. പത്രങ്ങൾ വായിക്കുന്നു, അതിൽ നല്ല നല്ല സ്ത്രീകളുടെ ചിത്രം കാണുമ്പോൾ വൃത്തി ആ ഭാഗത്തേക്ക് പോകുന്നു. ഇവർ വളരെ സുന്ദരിയാണ് എന്ന് ബുദ്ധിയിൽ വന്നുവല്ലോ. വാസ്തവത്തിൽ ഈ ചിന്ത പോലും വരാൻ പാടില്ലാത്തതാണ്. ബാബ പറയുന്നു, ഈ ലോകമേ ഇല്ലാതാകാൻ പോകുന്നു. അതിനാൽ നിങ്ങൾ എല്ലാം മറന്ന് എന്നെ മാത്രം ഓർമ്മിക്കൂ. ഇങ്ങനെയുള്ള ചിത്രങ്ങളും മറ്റും എന്തിനു നോക്കുന്നു? ഈ എല്ലാ കാര്യങ്ങളും വൃത്തിയെ താഴേക്ക് കൊണ്ടുവരുന്നു. ഈ എന്തെല്ലാം കാണുന്നുവോ ഇത് ശ്മശാനത്തിൽ പ്രവേശിക്കാൻ പോകുന്നു. എന്തെല്ലാം ഈ കണ്ണുകൾ കൊണ്ട് കാണുന്നോ അതിനെ ഓർമ്മിക്കാതിരിക്കൂ. ഇതിൽ നിന്നും മമത്വം മാറ്റൂ. ഈ എല്ലാ ശരീരവും പഴയതും മോശമായതുമാണ്. ആത്മാവ് ശുദ്ധമാകുന്നു എങ്കിലും ശരീരം മോശമാണല്ലോ. ഇതിൻ്റെ നേർക്ക് ശ്രദ്ധ എന്തിനു നൽകണം? ഒരു ബാബയെ തന്നെ നോക്കണം. ബാബ പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, ലക്ഷ്യം വളരെ ഉയർന്നതാണ്. വിശ്വത്തിൻ്റെ അധികാരിയാകുന്നതിനായി മറ്റാർക്കും ട്രൈ ചെയ്യാൻ പോലും സാധിക്കില്ല. ആരുടെയും ബുദ്ധിയിൽ വരിക സാധ്യമല്ല. മായയുടെ പ്രഭാവം ചെറുതൊന്നുമല്ല. സയൻസിൻ്റെ മേഖലയിൽ ഉള്ളവരുടെ ബുദ്ധി എത്ര പ്രവർത്തിക്കുന്നു. നിങ്ങളുടേത് സൈലൻസ് ആണ്. എല്ലാവരും നമ്മൾ മുക്തി നേടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ എയിം തന്നെ ജീവൻ മുക്തിയുടേതാണ്. ഇതും ബാബ മനസ്സിലാക്കിച്ചു തന്നു. ഗുരുവിനോ മറ്റോ ഒന്നും ഇങ്ങനെയുള്ള നോളജ് നൽകാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഗൃഹസ്ഥത്തിൽ ഇരുന്നു കൊണ്ട് പവിത്രമാകണം. രാജപദം നേടേണ്ടതുണ്ട്. ഭക്തിയിൽ വളരെയധികം ടൈം വേസ്റ്റ് ചെയ്തു. ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ എത്ര തെറ്റുകൾ ചെയ്തു. തെറ്റുകൾ ചെയ്ത് അവിവേകിയും തീർത്തും കല്ലുബുദ്ധിയും ആയിരിക്കുകയാണ്. ഉള്ളിൽ വരുന്നുണ്ട്. ഇത് വളരെ വണ്ടർഫുള്ളായ നോളജാണ്. ഇതിലൂടെ നമ്മൾ എന്തിൽ നിന്നും എന്തായി മാറുന്നു? കല്ല് ബുദ്ധിയിൽ നിന്നും പവിഴ ബുദ്ധി. അപ്പോൾ സന്തോഷത്തിൻ്റെ രസവും കയറുന്നു. നമ്മുടെ ബാബ പരിധിയില്ലാത്ത ബാബയാണ്. ആ ഒന്നിന് ഒരു പിതാവില്ല. ആ ഒന്ന് ടീച്ചറാണ്. ആ ഒന്നിന് ഒരു ടീച്ചറില്ല. എവിടെ നിന്നാണ് പഠിച്ചത് എന്ന് ചോദിക്കും. അത്ഭുതപ്പെടുമല്ലോ. ധാരാളം ആൾക്കാർ വിചാരിക്കുന്നു ഇദ്ദേഹം ഏതോ ഗുരുവിൽ നിന്ന് പഠിച്ചതാണ്. എങ്കിൽ ഗുരുവിന് ഇനിയും ശിഷ്യന്മാരുണ്ടാകുമല്ലോ. കേവലം ഒരു ശിഷ്യനാണോ ഉണ്ടായിരുന്നത്? ഗുരുക്കന്മാർക്ക് ശിഷ്യന്മാർ ധാരാളം ഉണ്ടായിരിക്കും. ആഗാ ഖാനെ നോക്കൂ, എത്ര ശിഷ്യന്മാരുണ്ട്. ഗുരുക്കന്മാരോട് എത്ര ബഹുമാനമാണുള്ളത്. അവരെ വജ്രങ്ങൾ കൊണ്ട് തുലാഭാരം നടത്തുന്നു. നിങ്ങൾ ഇങ്ങനെയുള്ള സദ്ഗുരുവിനെ ഏതിൽ തുലാഭാരം നടത്തും? ഇത് പരിധിയില്ലാത്ത സദ്ഗുരുവാണ്. ഈ ഒന്നിൻ്റെ ഭാരം എത്രയാണ്? ഒരു വജ്രം പോലും ഇടാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളായ നിങ്ങൾ ചിന്തിക്കണം. ഇത് മഹീനമായ കാര്യമായി ഹേ ഈശ്വര എന്നെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ അത് പിതാവും ടീച്ചറും ഗുരുവുമാണ് എന്നത് മനസ്സിലാക്കുന്നില്ല. ഈ ഒന്ന് സാധാരണ രീതിയിൽ ഇരിക്കുകയാണ്. ഈ ഒന്ന് മുകളിൽ ഗദ്ദിയിൽ ഇരിക്കുന്നതും മുഖം കാണാൻ കഴിയുന്നതിന് വേണ്ടിയാണ്. കുട്ടികളോട് സ്നേഹമുണ്ടല്ലോ. ഈ സഹായികളായ കുട്ടികളില്ലാതെ സ്ഥാപന ചെയ്യുകയില്ല. കൂടുതൽ സഹായം ചെയ്യുന്ന കുട്ടികളെ തീർച്ചയായും കൂടുതൽ സ്നേഹിക്കും.
കൂടുതൽ സമ്പാദിക്കുന്ന നല്ല കുട്ടി ആയിരിക്കുമെങ്കിൽ തീർച്ചയായും ഉയർന്നതിലും ഉയർന്ന പദവി നേടും. അതിനോട് സ്നേഹവും ഉണ്ടാകുന്നു. കുട്ടികളെ കണ്ട് കണ്ട് ഹർഷിതമാകുന്നു. ആത്മാവ് വളരെ സന്തോഷിക്കുന്നു. കൽപ്പകൽപ്പങ്ങളിൽ കുട്ടികളെ കണ്ട് സന്തോഷിക്കുന്നു. കൽപ്പകൽപ്പങ്ങളിൽ കുട്ടികൾ തന്നെയാണ് സഹായികളാകുന്നത്. വളരെ പ്രിയമായി തോന്നുന്നു. കൽപ്പകൽപ്പാന്തരങ്ങളിലെ സ്നേഹം യോജിക്കുന്നു. എവിടെയിരുന്നാലും ബുദ്ധിയിൽ ബാബയുടെ ഓർമ്മയുണ്ടായിരിക്കട്ടെ. ഇത് പരിധിയില്ലാത്ത പിതാവാണ്. ഈ ഒന്നിന് ഒരു പിതാവില്ല. ഈ ഒന്നിന് ഒരു ടീച്ചറില്ല. സ്വയമേ എല്ലാമാണ്. ആ ഒന്നിനെ തന്നെയാണ് സർവരും ഓർമ്മിക്കുന്നത്. സത്യയുഗത്തിൽ ആരും ഓർമ്മിക്കുകയില്ല. 21 ജന്മത്തേക്ക് തോണി അക്കരെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എത്ര സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. മുഴുവൻ ദിവസവും ബാബയുടെ സർവീസ് ചെയ്യണം. ഇത്രമാത്രം. ഇങ്ങനെയുള്ള പിതാവിൻ്റെ പരിചയം നൽകണം. ബാബയിൽ നിന്നും ഈ സമ്പത്ത് ലഭിക്കുകയാണ്. ബാബ നമ്മളെ രാജയോഗം പഠിപ്പിക്കുന്നു. പിന്നെ നമ്മളെ കൂടെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. മുഴുവൻ ചക്രവും ബുദ്ധിയിലുണ്ട്. ഇങ്ങനെയുള്ള ചക്രം ആർക്കും ഉണ്ടാക്കാൻ സാധിക്കില്ല. അർത്ഥം ആർക്കും തന്നെ അറിയില്ല. നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ബാബ നമ്മുടെ പരിധിയില്ലാത്ത ബാബയുമാണ്. പരിധിയില്ലാത്ത രാജ്യവും നൽകുന്നു. പിന്നെ കൂടെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇങ്ങനെയെല്ലാം നിങ്ങൾ മനസ്സിലാക്കിക്കുമ്പോൾ പിന്നെ ആർക്കും സർവവ്യാപി എന്ന് പറയാൻ സാധിക്കില്ല. അത് പിതാവാണ്, ടീച്ചറാണ്. അപ്പോൾ സർവവ്യാപി എങ്ങനെയാകും? പരിധിയില്ലാത്ത ബാബ തന്നെയാണ് നോളജ്ഫുൾ. മുഴുവൻ സൃഷ്ടിയുടെ ആദ്യ മധ്യ അന്ത്യത്തെ അറിയുന്നു. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. പഠനം മറന്നു പോകരുത്. ഇത് വളരെ വലിയ പഠനമാണ്. ബാബ പരംപിതാവാണ്, പരമ ടീച്ചറാണ്, പരമ ഗുരുവുമാണ്. ഈ ഗുരുക്കന്മാരെ എല്ലാം കൊണ്ടുപോകും. ഇങ്ങനെയുള്ള വണ്ടർഫുൾ കാര്യങ്ങൾ കേൾപ്പിക്കണം. പറയൂ, ഇത് പരിധിയില്ലാത്ത കളിയാണ്. ഓരോ ആക്ടറിനും തൻ്റെ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. പരിധിയില്ലാത്ത പിതാവിൽ നിന്നും നമ്മൾ തന്നെയാണ് പരിധിയില്ലാത്ത ചക്രവർത്തി പദവി നേടുന്നത്. നമ്മൾ തന്നെ അധികാരിയായിരുന്നു. വൈകുണ്ഠം ഉണ്ടായിരുന്ന ശേഷം പോയി. വീണ്ടും തീർച്ചയായും ഉണ്ടാകും. ശ്രീകൃഷ്ണൻ പുതിയ ലോകത്തിൻ്റെ അധികാരിയായിരുന്നു. ഇപ്പോൾ പഴയ ലോകമാണ്. വീണ്ടും തീർച്ചയായും പുതിയ ലോകത്തിൻ്റെ അധികാരിയാകും. ചിത്രത്തിലും ക്ലിയറാണ്. നിങ്ങൾ അറിയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പാദങ്ങൾ നരകത്തിൻ്റെ നേർക്കും മുഖം സ്വർഗത്തിൻ്റെ നേർക്കുമാണ്. അത് ഓർമ്മയുണ്ടായിരിക്കുന്നു. ഇങ്ങനെ ഓർമ്മിച്ച് അന്ത്മതി സോഗതി ഉണ്ടാകും. എത്ര നല്ല നല്ല കാര്യങ്ങളാണ്. അത് സ്മരിക്കേണ്ടതാണ്. ശരി, മധുരമധുരമായ സിഖിലത്തെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഈ കണ്ണുകളിലൂടെ എന്തെല്ലാം കാണപ്പെടുന്നു അതിനോടുള്ള മമത്വം മാറ്റണം. ഒരു ബാബയെ തന്നെ നോക്കണം. വൃത്തിയെ ശുദ്ധമാക്കുന്നതിനായി ഈ മോശമായ ശരീരങ്ങളുടെ നേർക്ക് അല്പം പോലും ശ്രദ്ധ പോകരുത്. ബാബ വേറിട്ടതും സത്യവുമായ ഏതൊരു നോളജ് കേൾപ്പിക്കുന്നു അത് നല്ലവണ്ണം പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം. പഠനം ഒരിക്കലും മിസ് ചെയ്യരുത്. വരദാനം: ശാന്തിയുടെ ശക്തിയുടെ പ്രയോഗത്തിലൂടെ ഓരോ കാര്യത്തിലും സഹജമായി സഫലത നേടുന്ന പ്രയോഗി ആത്മാവായി ഭവിക്കട്ടെ. ഇപ്പോൾ സമയത്തിൻ്റെ പരിവർത്തനം അനുസരിച്ച് ശാന്തിയുടെ ശക്തിയുടെ ഉപാധി പ്രയോഗത്തിൽ കൊണ്ടുവന്ന് പ്രയോഗി ആത്മാവാകൂ. ഇതുപോലെ വാണിയിലൂടെ ആത്മാക്കളിൽ സ്നേഹത്തിൻ്റെ സഹയോഗത്തിൻ്റെ ഭാവന ഉൽപ്പന്നമാക്കുന്നു. അതേപോലെ ശുഭഭാവനയുടെ സ്നേഹത്തിൻ്റെ ഭാവനയുടെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് അവരിൽ ശ്രേഷ്ഠ ഭാവനകൾ ഉൽപ്പന്നമാക്കൂ. ഏതുപോലെ ദീപം ദീപത്തെ തെളിയിക്കുന്നുവോ അതേപോലെ താങ്കളുടെ ശക്തിശാലി ശുഭഭാവന മറ്റുള്ളവരിൽ സർവശ്രേഷ്ഠ ഭാവന ഉൽപ്പന്നമാക്കും. ഈ ശക്തിയിലൂടെ സ്ഥൂല കാര്യങ്ങളിലും
വളരെ സഹജമായി സഫലത പ്രാപ്തമാക്കാൻ സാധിക്കുന്നു. കേവലം പ്രയോഗിച്ചു നോക്കൂ. സ്ലോഗൻ: സർവർക്കും പ്രിയപ്പെട്ടവർ ആകണമെങ്കിൽ വിടർന്ന ആത്മീയ റോസാപുഷ്പമാകൂ, വാടിപ്പോകരുത്. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ദേഹത്തിൽ നിന്നും വേറിട്ട ചൈതന്യ ശക്തിയായി, സ്വരാജ്യ അധികാരിയായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. ശക്തി സ്വരൂപ ആത്മാവാണ് ഞാൻ. കർമ്മേന്ദ്രിയങ്ങളുടെ രാജാവാണ്. എന്നിൽ നിന്നും ശക്തികളുടെ തരംഗങ്ങൾ നാല് ഭാഗത്തും പ്രവഹിക്കുന്നു. പരമധാമത്തിലെ മഹാജ്യോതിയായ സർവശക്തിവാനെ എൻ്റെ ബുദ്ധിയിൽ പ്രതിഷ്ഠിക്കുന്നു. എൻ്റെ സ്വരൂപം മാസ്റ്റർ സർവശക്തിവാന്റേതാകുന്നു. എനിക്ക് ചുറ്റും ഈശ്വരീയ ശക്തിയുടെ ഒരു പ്രകാശവലയം ഞാൻ സൃഷ്ടിക്കുന്നു. ഈ ശക്തിശാലി പ്രകാശവലയത്തിനുള്ളിൽ ഞാൻ സുരക്ഷിതമാണ്. മാസ്റ്റർ സർവശക്തിവാന്റെ ശക്തിശാലി സ്ഥിതിയിൽ ഇരിക്കുമ്പോൾ ഈശ്വരീയ ശക്തികൾ മുഴുവൻ വിശ്വത്തിലേക്കും പ്രസരിക്കുകയാണ്. ഈശ്വരീയ ശക്തികളുടെ അനന്ത കിരണങ്ങൾ വിശ്വമാകെ വ്യാപിച്ച് വിശ്വത്തിലെ ആത്മാക്കൾക്ക് ഈശ്വരീയ സുരക്ഷയുടെ ഈശ്വരീയ
സംരക്ഷണത്തിൻ്റെ ഛത്രഛായ തീർക്കുന്നു. ആ ആത്മാക്കളും ഈശ്വരീയ ശക്തിയുടെ സുരക്ഷയിൽ സ്ഥിതി ചെയ്യട്ടെ.